ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരും കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവർ ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് ഞാൻ സ്പൈസസ് ഒക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല സിൽവർ കളറൊക്കെ ആയിട്ട് കണ്ടാലിങ്ങനെ മെറ്റലൊക്കെ പോലെ തോന്നിക്കുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഇത് മെറ്റലൊന്നും അല്ലായിരുന്നു, ഒരു ഫൈബറിൻ്റെ ഇതിലിങ്ങനെ ജസ്റ്റ് കോട്ടിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ കൈയൊക്കെ ഇങ്ങനെ നനവൊക്കെ തട്ടിയപ്പം അതിൻ്റെ ആ പെയിൻറ്റൊക്കെ ഇളകിയിട്ട് ആകെ ഒരു വൃത്തിയില്ലാതായിപ്പോയി. പക്ഷേ ബോട്ടിലാണെങ്കിൽ നല്ലതാണ് കേട്ടോ, നല്ല കട്ടിയുമാണ്, നല്ലൊരു ഷേപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ബോട്ടിലാണല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഇങ്ങനെ അതിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ വീഡിയോ എടുത്തതേ ഉള്ളൂ. ഞാൻ ആദ്യം ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പിനൊക്കെ ഒന്ന് ഇങ്ങനെ ബേസ് കോട്ട് അടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു പെയിൻറ്റ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ ആ ഒരു പുറത്തെ ഭാഗം മാത്രം കേട്ടോ, ആ ഒരു പുറമെ കാണുന്ന ഒരു ഭാഗം മാത്രം ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഞാനിതിന് ഒരു കോട്ട് അടിക്കുന്നേ ഉള്ളൂ കേട്ടോ, കാരണം ഈ ഒരു കോട്ട് അടിച്ചിട്ട് ഞാൻ അതിൻ്റെ മേലെ ഡെക്കോപ്പേജ് ടിഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഡിസൈനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കോട്ട് അടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടി അടിച്ചു കൊടുക്കാം. അപ്പോൾ ആയിരിക്കും നല്ലൊരു ഭംഗി കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫ്ലവേഴ്സും ഡിസൈനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇത് ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഇങ്ങനെ ഒരു കോട്ട് അടിച്ചിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം നമ്മളതിന് ഡെക്കോപ്പേജ് ചെയ്യുകയാണ്. ഈ ഒരു ഡെക്കോപ്പേജ് ടിഷ്യൂ നല്ല ഒരു ക്യൂട്ടായിട്ടുള്ളതാണ് കേട്ടോ, നല്ല ഡോട്ട്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒന്നുമല്ല, നമ്മൾ നല്ല നൈസായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല റേറ്റുമാണ്. അപ്പോൾ ഒരു ടിഷ്യൂവിന് തന്നെ 50ഉം 60ഉം ഒരു 100 വരെ റുപ്പീസൊക്കെ ഉള്ള ടിഷ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അത്ര ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഒന്നുമല്ല. ഇത് 20 നമ്പേഴ്സിന് 83-85 ആ റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പം നല്ല, പക്ഷേ നമുക്കിങ്ങനെ ബോട്ടിൽസിൽ ചെയ്യാനും ഡെക്കോറേറ്റ് ചെയ്യാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എവിടുന്നാണ് വാങ്ങിച്ചത്, ഇതിൻ്റെ പല വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസിൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. ഞാനതൊന്ന് കമൻറ്റിലൊന്ന് പിൻ ചെയ്തിട്ടിടാം. ഇനി ഇത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫെവിക്കോൾ എടുത്തിട്ടുള്ളതിൻ്റെ നേർ പകുതി അളവിൽ വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തിട്ടുള്ള ഡെക്കോപ്പേജ് ടിഷ്യൂവിൻ്റെ പുറകിൽ ഇങ്ങനെ ഇതുപോലെ 2 ലെയറായിട്ട് കിട്ടും, ടിഷ്യൂവിൻ്റെ ഒരു തിന്നായിട്ടുള്ള ലെയർ. അപ്പോൾ നമ്മൾ അതൊന്നിങ്ങനെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്റ്റിക്ക് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ക്യാപ്പിലേക്ക് നമ്മൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സൈസിലാണോ വേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ആദ്യം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസേഴ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ഒരു ബ്രഷ് എടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് എവിടെയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ടിഷ്യൂ ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ വെറ്റാവുമല്ലോ, പിന്നെ നമ്മളിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കീറിയെടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ ഒരു ക്യാപ്പിന് ഇങ്ങനെ കവർ ചെയ്യാനുള്ള ഒരു പാകത്തിലുള്ള സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ആ ഒരു ക്യാപ്പിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫെവിക്കോൾ വാട്ടർ മിക്സ് നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡിലും എല്ലാ ഭാഗത്തൊന്നും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ആ ഒരു ടിഷ്യൂ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ടിഷ്യൂവിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് നന്നായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു സൈഡിലൊക്കെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ആ ഒരു ടിഷ്യൂ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അധികം ചുളിവുകൾ വരാത്ത രീതിയിൽ നമ്മൾ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം സൈഡിലൊക്കെ എന്തായാലും കുറച്ചൊരു ചുളിവ് വരും, കാരണം ആ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് ചുളിവ് വരാതെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, അല്ലാതെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ ചെറിയൊരു മടക്കുകളൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ അധികം ചുളിവുകളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ചിങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തോട്ടും കൂടെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് എക്സ്ട്രാ വരുന്ന ഒരു ഭാഗത്തുള്ള ടിഷ്യൂ ഒക്കെ നമ്മളൊന്നിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തൊക്കെ നമ്മൾ നന്നായിട്ടൊന്നിങ്ങനെ ഈ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ടിഷ്യൂ ഇങ്ങനെ അകത്തും കൂടെ വരുന്ന രീതിയിൽ ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ അകത്ത് കവർ ചെയ്യല്ല, നമ്മൾ അതിൻ്റെ ആ ഒരു എൻഡ് ഇങ്ങനെ ജസ്റ്റ് ആ ഒരു ക്യാപ്പിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മടക്കി വെക്കുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴേ നല്ലൊരു നീറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കഴിഞ്ഞാലും അത്രക്കൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് തന്നെ ഇങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ അകത്തോട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിക്കോളും. പിന്നെ നമ്മൾ ആ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പിന് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പിരി ഉണ്ടാവുമല്ലോ, ആ ഒരു ബോട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചിടാനല്ലേ, അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ നന്നായിട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ആ ഒരു പിരിയൊക്കെ ഇങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഒരു ക്യാപ്പ് ഇങ്ങനെ തിരിച്ചിടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഇങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ ഫെവിക്കോളും ആ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ആ പിരിയൊക്കെ ഇങ്ങനെ ആ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെ ആ ഒരു ടിഷ്യൂ കാണാത്ത രീതിയിലൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോഴേ നല്ലൊരു നീറ്റായിട്ട് കിട്ടുള്ളൂ.
അങ്ങനെ നമ്മൾ ആ ഒരു ക്യാപ്പ് മുഴുവനായിട്ട് ടിഷ്യൂ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു ഫെവിക്കോൾ വാട്ടർ മിക്സ് ഒന്നും കൂടെ ഇതിൻ്റെ മേലെ ഒരു തിന്നായിട്ടൊരു കോട്ടിങ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്ത് സ്റ്റിക്ക് ആവാത്തുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് കിട്ടിക്കോളും. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. നമ്മൾ ഈ സമയത്ത് ഇങ്ങനെ കൈകൊണ്ട് തൊടരുത് കേട്ടോ, കാരണം അങ്ങനെ ആകുന്ന സമയത്ത് നമ്മളെ കൈ ആ ഒരു ഫെവിക്കോളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടിഷ്യൂ ഇങ്ങനെ പെട്ടെന്ന് കയ്യിലേക്കൊക്കെ ഇങ്ങനെ വന്നിട്ട് കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചുളിവുകളൊക്കെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു കവറൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാനത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കി ക്യാപ്പും കൂടെ ഈ ഒരു ഡെക്കോപ്പേജ് തന്നെ ചെയ്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് 3 ടൈപ്പ് ഡെക്കോപ്പേജ് ചെയ്യാമെന്നായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് തോന്നി ഇങ്ങനെ 3 ഒരുമിച്ച് വെക്കുന്ന സമയത്ത് സെയിം തന്നെ ആയിരിക്കും കുറച്ചുകൂടി ഭംഗി എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഈ ഒരു സെയിം ഡെക്കോപ്പേജ് തന്നെ വെച്ചിട്ട് ആ ഒരു 3 ക്യാപ്പും ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് നന്നായിട്ടൊന്ന് മേലെ ഫെവിക്കോളൊക്കെ അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെ ക്യാപ്പൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഫെവിക്കോളൊക്കെ നന്നായിട്ട് ഡ്രൈ ആയ ഡെക്കോപ്പേജൊക്കെ നല്ല രീതിയിൽ തന്നെ സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ആ ഒരു ബോട്ടിലേക്കൊന്ന് ഇങ്ങനെ ഇട്ട് നോക്കണം, കാരണം ആ ഒരു പിരിയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആ ഒരു ക്യാപ്പ് ബോട്ടിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ നമുക്ക് തിരിച്ചിട്ടിടാനൊക്കെ പറ്റുന്നുണ്ട്. ആ ഒരു പിരിയുള്ള ഭാഗത്ത് ടിഷ്യൂ ഇങ്ങനെ കട്ടിയായിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചിടാനൊന്നും പറ്റില്ല. പക്ഷേ ഇത് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നനച്ച് തുടച്ചാലും ഈ ഡെക്കോപ്പേജ് ഇങ്ങനെ ഇളകി പോകുന്നില്ല. അപ്പോൾ പിക്ചർ വാർണിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്തൊക്കെ എടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മളെ കയ്യിലുള്ള ഏതൊരു പഴയ ബോട്ടിൽസൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ മേക്ക് ഓവർ ചെയ്തെടുക്കാം. കാരണം ഈ ഒരു ബോട്ടിൽ ആദ്യം അത്രയ്ക്ക് ഒരു ഭംഗിയില്ലെന്നല്ല ഒരു ക്യാപ്പ് ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നാമത്തെ നല്ലൊരു ബോട്ടിൽ ഒരു കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡിസൈനൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിൽ ഡെക്കോപ്പേജ് ടിഷ്യൂ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബേസ് കോട്ടായിട്ട് ബ്ലൂ കളർ അടിച്ചിട്ട് ഇതുപോലെ ഒരു ബഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇനിയിപ്പോൾ അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെക്കോപ്പേജ് ടിഷ്യൂവിന് പകരം പഴയ ക്ലോത്തൊക്കെ യൂസ് ചെയ്തിട്ട് ഡെക്കോപ്പേജ് പോലെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ അതുപോലെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെസ്പോൺസ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണം നിങ്ങൾക്ക് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിട്ടിടാം. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ കയ്യിലുള്ള ബോട്ടിൽസൊക്കെ പഴയ ക്ലോത്ത് വെച്ചിട്ടൊക്കെ ചെയ്തെടുത്താൽ ഇതേപോലെ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ വീഡിയോസൊക്കെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി കുറച്ച് ടെസ്റ്റിമോണിയൽസ് ആണ്. ആദ്യത്തെ പിക്ക് അയച്ചു തന്നിട്ടുള്ളത് 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന അനിമയാണ്. നമ്മൾ ബഡ്സ് വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് ഇർഫാന ഷെറിനാണ്. നമ്മൾ എക്സെല്ലിൽ വെച്ചിട്ടൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് സുമയ്യ സുബൈർ അയച്ചു തന്നത് നമ്മൾ ഇയർബഡ്സ് വെച്ചിട്ടൊരു ഫ്ലവർ ബഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യലായിട്ടൊരു സിമ്പിൾ ഒരു മാസൺ ജാർ ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് തിരുവിൽവാമലയിലെ അതുല്യയാണ്. നമ്മൾ ന്യൂസ് പേപ്പർ വെച്ചിട്ടൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്തതായിട്ട് രാജേശ്വരി നത്തേഷൻ അയച്ചു തന്നിട്ടുള്ളത് റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മളൊരു ഫിംഗർ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എക്സെല്ലൊക്കെ വെച്ചിട്ട് ലേറ്റസ്റ്റ് ആയിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് മുഹമ്മദ് ജസീലാണ്. നമ്മൾ ഹോം മെയ്ഡ് ഗ്ലിറ്റർ പൗഡർ ചെയ്യുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. അടുത്ത പിക്ക് അയച്ചു തന്നത് സ്മിത പ്രദീപാണ്. നമ്മൾ ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട് ഒരു റോസ് ഫ്ലവറൊക്കെ ചെയ്യുന്ന ഒരു ബോട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചു തന്നത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.